ആകം. മുക്ത. മുക്തയോ? മുക്തയെന്ന് കേട്ടപ്പോ മുക്തയെന്ന് നീ എന്താ അത്ഭുതത്തോട് ചോദിക്കുന്നേ? ഈ ഹോസ്റ്റലിൽ പാറുവിന്റെ ഏറ്റവും വലിയ ശത്രു മുക്തയല്ലേ? മുക്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. പാറുവും ഗന്ധർവനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് മുക്തയ്ക്ക് പറഞ്ഞു കൊടുത്തത് ഞാനാ. അത് വെച്ച് അവള് കളിക്കുന്ന കളിയായിരിക്കും ഇത്. ഇതിന് പുറകിൽ അവളാണെങ്കിൽ എനിക്ക് അവളോട് ചോദിക്കാനും കഴിയില്ല. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം വാങ്ങിയതല്ലേ, തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല താനും. രഘു. അതിന് രഘു ഇപ്പൊ കമ്പനിയിൽ ഇല്ലല്ലോ. ഗാർമെന്റ്സിൽ നിന്നും അവൻ പുറത്താക്കപ്പെട്ടത് ആര് കാരണോ? പാറു കാരണമല്ലേ? അതിന്റെ പക അവന്റെ മനസ്സിലുണ്ടാവില്ലേ? എഴുത് രഘു. രഘു. അവന്തിക. അവളിവിടെ വന്നിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. അവൾക്ക് എന്തിനാ പാറുവിനോട് ശത്രുത? മുക്തയുടെ ടീമല്ലേ ഈ അവന്തിക. ഡയാന. ആ, എഴുതുക. മയക്കുമരുന്ന് മാഫിയ. ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ. കമ്പനിയിൽ കരുണാകരൻ, പിന്നെ പാറു കാരണം ജോലി പോയ രഘു, പിന്നെ ഡ്രഗ് മാഫിയ. കമ്പനിയിൽ പിന്നെ ആരാ? നന്ദനായിരിക്കും. നന്ദനെ പാറുവിനോട് എന്തിനാ ശത്രുത? എല്ലാവരും പെൺകുട്ടികളെ പാട്ടിലാക്കുന്നത് ശത്രുത ഉണ്ടായിട്ടാണോ? വേറെ ഉദ്ദേശത്തോടെയല്ലേ? അവൻ നമ്മുടെ കമ്പനിയിൽ വന്നതിന് ശേഷമല്ലേ പാറുവിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് അവന്റെ പേരും എഴുത്. ഡ്യൂപ്ലിക്കേറ്റ് ഗന്ധർവന്റെ പുറകിൽ ഇവരിലൊരാളാണ്, അതുറപ്പാ. അതാരാണെന്ന് കണ്ടെത്തിയ നമ്മള് പകുതി വിജയിച്ചു എന്ന് പറയും. ഡ്യൂപ്ലിക്കേറ്റ് ഗന്ധർവന് പുറകില് ഇവരിൽ ആരെ